ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ടൈപ്സിലേക്ക് സ്വാഗതം. ഇന്നേ നമുക്കൊരു ചില്ലി ചപ്പാത്തി ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണെന്നല്ലേ? വാ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാൻ ഒരു കോഴിമുട്ട എടുത്തു. അത് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത് 150 ml കപ്പിന് 1 കപ്പ് തേങ്ങാപ്പാലാണ്. അരമുറി തേങ്ങ ചുരണ്ടി മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്തതാണ്. 150 ml കപ്പിന് 1 കപ്പ് പാലായിട്ട് അത് പിഴിഞ്ഞെടുത്തു. എന്നിട്ട് അത് ആ മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി മുട്ട നന്നായിട്ട് തേങ്ങാപ്പാലിലൊന്ന് ഉടഞ്ഞ് കിട്ടണം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ആ 150 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഗോതമ്പ് പൊടി നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്നു വെച്ചാൽ അത് കട്ട പിടിക്കാതെ നമുക്ക് ഇളക്കിയെടുക്കണം. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് ചില്ലി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കുഴയ്ക്കേണ്ട ബുദ്ധിമുട്ടോ പരത്തേണ്ട ബുദ്ധിമുട്ടോ പ്രഷർ ഉപയോഗിക്കാനോ അങ്ങനെ ഒന്നും വേണ്ട. നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കട്ടയില്ലാതെ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ലതുപോലെ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കട്ടയില്ലാതെ എടുക്കണം. എന്നാലേ നമുക്ക് കാണാൻ ഭംഗിയും അതുപോലെ കഴിക്കാൻ രുചിയും ഉണ്ടാകുകയുള്ളൂ. കട്ടകളൊന്നും ഉണ്ടാകരുത്. അപ്പം അതിനായിട്ടാണ് നമ്മൾ പല ഘട്ടങ്ങളായിട്ട് കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കും. ഒന്നിച്ചിട്ട് കൊടുത്താൽ നമുക്കത് പാടായിരിക്കും. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. വെള്ളം ഒത്തിരി ഒഴിക്കരുത്. വെള്ളം കുറേശ്ശെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഓരോ പൊടിക്കും ഓരോ അളവാണല്ലോ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് പറയുന്നില്ല. അത് നമ്മൾ മാവിൻ്റെ ആ പരുവം ഉണ്ടാക്കുന്ന പരുവം ആകുമ്പോൾ കാണിച്ചു തരാം. നമ്മൾക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി വെള്ളം നീണ്ടിരിക്കരുത്. അതുകൊണ്ട് നമ്മൾക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടകളില്ലാതെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. വീണ്ടും ഞാൻ കുറച്ച് പൊടിയും കൂടി ഇട്ടു. എന്നിട്ടും അതുപോലെ തന്നെ ഇളക്കി കട്ടകളൊക്കെ പൊടിച്ച് മുഴുവൻ പൊടി ആ 2 കപ്പ് പൊടി മുഴുവൻ ഇട്ടു. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടിയുണ്ട്. ആ വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇതുപോലെ യോജിപ്പിച്ച് കട്ടകളില്ലാതെ കുഴച്ചെടുക്കാം. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ല. നീണ്ടു പോകരുത്. ഏകദേശം ഈ പരുവത്തിലേക്ക് ആയി വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഇടുമ്പോൾ മുറിഞ്ഞ് പൊടി വീഴണം. താഴേക്ക് ഇങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ നമ്മൾ ആ കയ്യിൻ്റെ സ്പൂണിൻ്റെ കണ കൊണ്ട് ആ തവിയുടെ ഒരു മറുഭാഗം കൊണ്ടാണല്ലോ നമ്മൾ ഇളക്കിയത്. അതുകൊണ്ട് ഇളക്കി നമ്മൾ ആ പൊടി പൊക്കുമ്പോൾ അത് മുറിഞ്ഞ് വീഴണം. ഇത്രയും വെള്ളം മതി. കണ്ടോ? ഈ ഒരു രീതിയിലാണ് നമ്മൾക്ക് കുഴച്ചെടുക്കേണ്ടത്. ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഒത്തിരി വെള്ളം നീണ്ടു പോകരുത്. ഉണ്ടോ?
ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ കണ്ടോ, മുറിഞ്ഞ് വീഴുന്ന കണ്ടോ, ഇതുപോലെ ഈ ഒരു പരുവത്തിൽ വെള്ളം ആയാൽ മതി. കണ്ടോ, ഈ ഒരു പരുവത്തിലായാൽ മതി. കൂടുതൽ വെള്ളമായി പോകരുത്, കുറഞ്ഞും പോകരുത്. ഇനി നമുക്കിതൊരു 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അപ്പോഴേ നമുക്ക് ആ ഉണ്ടാക്കുന്ന ആ പരുവത്തിന് നമുക്ക് നമ്മളുടെ മാവ് റെഡിയാവത്തുള്ളൂ. അപ്പം നമുക്കിത് മൂടി വയ്ക്കാം. അഞ്ച് മണിക്കൂർ കഴിഞ്ഞ്, ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ അത്രയും സമയമൊക്കെ വയ്ക്കുമ്പോൾ നമ്മളുടെ ഗോതമ്പ് പൊടി ഒന്ന് നല്ല സോഫ്റ്റ് ആവും അല്ലേ. അപ്പം അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മൾ ഒരു മുട്ട കൂടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം നമ്മളുടെ പൊടി നല്ല സോഫ്റ്റായി വരുന്നുണ്ട്. നമ്മളിതിനകത്ത് ബേക്കിംഗ് സോഡയോ സോഡാപ്പൊടിയോ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമ്മളുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഒന്ന് കുഴച്ച് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം കൈ കൊണ്ട് തന്നെ. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. കണ്ടോ, നമ്മൾ കൈ കൊണ്ട് പൊക്കി എടുക്കുമ്പോൾ ഇതുപോലെ വരണം. നേരത്തെ നമ്മൾ മുറിഞ്ഞ് വന്നില്ലേ, ഇപ്പം ഈ മുറിയാത്ത വിധത്തിൽ ഇതുപോലെ വരണം. അതുപോലെ സോഫ്റ്റ് ആക്കി എടുത്ത് നമ്മൾ കണ്ടോ, ഇതുപോലെ. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഗ്യാസ് കത്തിച്ച് ഒത്തിരി ചൂടാവരുത്. ജസ്റ്റ് കത്തിച്ച ഉടനെ തന്നെ ചൂടാകുന്നതിന് മുമ്പ് ഒരു ചെറിയതായിട്ട് ചൂട് വരുമ്പോൾ തന്നെ നമുക്ക് കൈ കൊണ്ട് ഒരു പിടി മാവ് ഇങ്ങനെ എടുത്ത് നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ പൊടി കൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചൂട് നമുക്ക് കൈക്ക് വരാതിരിക്കാൻ വേണ്ടി ആ പൊടി കൂട്ടിപ്പിടിച്ച് തന്നെ നമുക്ക് ഇങ്ങനെ പരത്തി കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരു വരണ്ടി പരത്തി കൊണ്ടു നമ്മുടെ വിരൽ അകത്തി ഇങ്ങനെ വരണ്ടി പരത്തി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ. ചില്ലി ചപ്പാത്തി എന്ന ഒരു പേര് അതിന് വന്നത് തന്നെ ഇതുപോലെ നമ്മൾ വളരെ കനം കുറച്ച് ഇതുപോലെ ഈ ഒരു ഷേപ്പിലുണ്ടാക്കി വളരെ കനം കുറച്ചുണ്ടാക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ അത് നമ്മൾ ആ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകവും പുറവും നമ്മൾ കാണുന്ന വിധത്തിൽ ചില്ല് പോലെ ഇരിക്കും. അതുപോലെ തന്നെ ഇത് താഴെ വീണാൽ പൊട്ടിപ്പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് ചില്ലി ചപ്പാത്തി എന്ന പേര് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ അത് പരത്തി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് തീ കൂട്ടി വയ്ക്കാം. ഇനി തീ കൂട്ടി വെച്ച് നന്നായിട്ട് നമുക്ക് അത് വെന്ത് കിട്ടണം. തീ കൂട്ടി വെച്ച് നമ്മൾക്ക് ഒരു മുരിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇനി നമ്മൾക്ക് സ്വല്പം എണ്ണ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബ്രഷ് കൊണ്ട് തൂത്ത് കൊടുക്കാം. കുറച്ച് മതി, ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കാം. ഇപ്പം മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിടാം. എന്നിട്ട് നമുക്ക് തീ കൂട്ടി വയ്ക്കാം. ഈ സൈഡിൽ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ അത് വളരെ കനം കുറഞ്ഞതുകൊണ്ട് നമ്മൾ തേച്ച് കൊടുത്ത എണ്ണ അപ്പുറവും ഇപ്പുറവും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു സൈഡിൽ മാത്രം എണ്ണ തേച്ച് കൊടുത്താൽ മതി.
അപ്പം നമ്മുടെ ചില്ലി ചപ്പാത്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തത് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം നമ്മളുടെ ചട്ടിക്ക് നല്ല ചൂടുണ്ടാകും അല്ലേ? അന്നേരം നമ്മൾ ഓഫ് ചെയ്തിടണം. കുറച്ച് നേരം നമുക്ക് ഓഫ് ചെയ്തിടാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം, അതൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് ഉണ്ടാക്കുവാനായിട്ട്. അപ്പം ചെറിയ ചൂടേ ഉണ്ടാകുള്ളൂ, അപ്പം നമ്മുടെ കൈ പൊള്ളത്തില്ല. എന്നിട്ട് ഗ്യാസ് കുറച്ച് നേരം ഓഫ് ചെയ്തിട്ടിട്ട് കുറച്ച് നേരം ഓഫ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ പരത്തി കൊടുക്കാം. ഇനി കൈ പൊള്ളുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തവ കയ്യിൽ പിടിച്ചൊന്ന് പൊക്കി പിടിച്ച് നമ്മൾക്ക് ഇതുപോലെ പരത്തി കൊടുക്കാം. കണ്ടോ? ഇതുപോലെ കൈകൊണ്ട് നമുക്ക് ഇങ്ങനെ വരച്ച് പരത്തി കൊടുക്കാം. ആണ് ചില്ലി ചപ്പാത്തിയുടെ ഒരു ഷേപ്പ്. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കണേ. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ ഏത് വിഭവമാണെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകും അല്ലേ? വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചപ്പാത്തിയല്ലേ ഇത്. അപ്പം അതിൻ്റെ ഭാഗം മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ പതുക്കെ കുറച്ച് തൂത്ത് കൊടുക്കാം. അതിന് ശേഷം തീ കൂട്ടി വയ്ക്കാം. നമ്മൾ പരത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ കൂട്ടി വെച്ചോണം. നന്നായിട്ട് മൊരിച്ചെടുത്താൽ മതി. കണ്ടോ? നമ്മളുടെ ചില്ലി ചപ്പാത്തി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് കണ്ടോ? ഇതാണ് അതിൻ്റെ ഷേപ്പ്. നമുക്ക് ഏത് കറിയുടെയും കൂട്ടത്തിൽ കഴിക്കാൻ പറ്റും. കറി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അല്ല എങ്കിൽ നമ്മൾ ഇറച്ചിക്കറിയോ. കണ്ടോ? ഇതാണ് അതിൻ്റെ ഷേപ്പ്. കണ്ടോ? വളരെ ടേസ്റ്റാണ്. നമുക്ക് ഏത് കറിയുടെ കൂട്ടത്തിലും കഴിക്കാൻ പറ്റും. ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ പീസ് കറിയോ കിഴങ്ങ് കറിയോ ഏത് കറിയുടെയും കൂട്ടത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഗ്യാസ് ഓഫ് ചെയ്ത് ജസ്റ്റ് അതിൻ്റെ നല്ല ചൂട് ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് എന്നിട്ട് വേണം പിന്നെ രണ്ടാമത് ഗ്യാസ് കത്തിച്ച് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ചൂട് കൂടുതലാണെങ്കിൽ ആ തവ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ നിന്നും പതുക്കെ പൊക്കി കയ്യിൽ പിടിച്ച് ഇങ്ങനെ പരത്തി കൊടുക്കാം. നമ്മൾ പരത്തിക്കഴിഞ്ഞ് കൂടുതൽ വരുന്ന പൊടി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെയും നമുക്കിതുപോലെ പരത്തിയെടുക്കാം. ഒരു വരയൊക്കെ വരണം അതിനകത്ത്, എന്നാലാണ് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ചില്ല് പോലെ ആകത്തുള്ളൂ. കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പരത്തി കൊടുക്കാം. ഇഷ്ടമായോ നിങ്ങൾക്ക്? ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. എണ്ണ തൂത്ത് കൊടുക്കാം.
നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. ഉണ്ടോ നമ്മുടെ ചില്ല് ചപ്പാത്തിയുടെ ഷേപ്പ്. ചില്ല് പോലെയല്ലേ ഇരിക്കുന്നേ. താഴെ വീണാൽ ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ചില്ല് തന്നെയാണ്. അതുപോലെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക ആണെങ്കിൽ അത് പൊടിഞ്ഞ് തവിട് പൊടി പോലെ ആയിപ്പോവും. കൈ കൊണ്ട് കൂട്ടിപ്പിടിച്ച് തിരുമുവാണെങ്കിൽ. ഉണ്ടോ ചില്ലി ചപ്പാത്തി. ഇങ്ങനെയാണ് ചില്ലി ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഉണ്ടോ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഉണ്ടോ അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കി. ചില്ലി ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി. ഉണ്ടോ ഇതാണ് അതിൻ്റെ ഷേപ്പ്. വളരെ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ പറയണം. ഏത് കറിയുടെ കൂട്ടത്തിലും നമുക്ക് കഴിക്കാം. കറി ഇല്ലാതെയും നമുക്ക് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഓക്കേ, ബൈ ബൈ.